ഡിഡ് ഇറ്റ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അയാൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഒരു മാറ്റമില്ല. അയാൾ ചെയ്തിട്ടുണ്ട്. അയാൾ മരിച്ചു പോയത് കൊണ്ടാണ് എനിക്ക് അവരുടെ അമ്മേനെ അച്ഛനെ ഓർത്തിട്ടാണ് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റാത്തത്. ഇപ്പോഴും എന്തിനാണ് കൂടുതൽ വിഷമിക്കുന്നത്? ദീപകിന്റെ ആത്മഹത്യയിലാണോ അതോ ഷിംജിത ജയിലിലായാലാണോ? എവിടെയാണ് മരണം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ആദ്യമായിട്ട് നടക്കുന്നല്ല. ഒരമ്മക്ക് യോഗം ഉണ്ടാവരുത്. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗ ആർക്കും സഹിക്കാൻ പറ്റില്ല. ഏത് മക്കൾക്കും അമ്മക്കും അച്ഛനും ഇങ്ങനത്തെ യോഗം ഉണ്ടാവരുത്. ഐശ്വര്യ ലക്ഷ്മി എന്നൊരു വ്യക്തി കുറെ കൂടി ശരിപക്ഷത്താണോ അല്ലെങ്കിൽ സ്ത്രീ പക്ഷത്താണോ? ശരിപക്ഷത്താണ്. കംപ്ലീറ്റ് ആയിട്ട്. ഒപ്പം ഇരിക്കുന്ന ഒരാൾ നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ നമുക്ക് യോജിക്കാൻ പറ്റാത്തതാണെങ്കിൽ ആ വ്യക്തിയുടെ എതിർപ്പ് പ്രകടിപ്പിക്കില്ലേ? ആ സ്റ്റേറ്റ്മെന്റ് പ്രകടിപ്പിക്കും. കണ്ടില്ല, അത് ഞാൻ ചോദിച്ചു. ഷിംജിത അതിജീവിതയാണ് എന്നുള്ള രീതിയിലേക്ക് രാഹുൽ സംസാരിച്ചപ്പോൾ അത് എടുത്തു പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഷിംജിത അതിജീവിതയാണ്. അങ്ങനെ ഷിംജിത് വീഡിയോ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു രീതിക്ക് ആ ശിക്ഷ കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. ആ ശിക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആൾ കുറ്റം ചെയ്തതിന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കും. അങ്ങനെ ഉറപ്പുള്ള ആൾ പിന്നെ ഇതിനെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് മറുപടി ഇല്ല. ഒരു വീഡിയോയും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ പറ്റിയുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. ബോധമുള്ള ഏതൊരു സ്ത്രീക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ കുട്ടി ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വീഡിയോ ചെയ്തതാണെന്ന്. ഞങ്ങൾ സാധാരണക്കാരാണ്, സമൂഹവുമായിട്ട് ഇടപെട്ട് ജീവിക്കുന്നവരുമാണ്. അപ്പൊ ആവർത്തിച്ച് ഞങ്ങൾ ആ വീഡിയോ കണ്ടപ്പോഴൊക്കെ ഞങ്ങൾക്ക് തോന്നി ആ കുട്ടി അങ്ങോട്ട് കയറി ചെന്ന് അദ്ദേഹവുമായിട്ട് ടച്ച് ചെയ്യാൻ പാകത്തിന് നിന്ന് വീഡിയോ എടുക്കുന്നതായിട്ട് തോന്നിയത്. ഇപ്പൊ ഒരു ട്രെൻഡായിട്ട് വന്നേക്കാണ് ഈ ഒരു ഇത്തരത്തിലുള്ള വീഡിയോസ്. അതായത് ബസ്സിൽ കയറുക, ആളുകളുടെ അടുത്ത് പോയിട്ട് സംഭവം നാച്ചുറലായിട്ട് സംഭവിച്ചേക്കുന്ന കാര്യങ്ങളുണ്ട്. ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ കുട്ടികളെ ഉപദ്രവിച്ചേക്കുന്ന വീഡിയോ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ കണ്ടു. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണം, എല്ലാവരും പ്രതികരിക്കണം, ശരിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ അത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ള കാര്യം കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം മാത്രം സോഷ്യൽ മീഡിയയിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇടപെടൽ ആളുകൾ. സാമാന്യമായിട്ടുള്ള ഏതൊരു സാധാരണ സ്ത്രീക്കും മനസ്സിലാവും ഇത് ലൈക്കിനും റീച്ചിനും വേണ്ടിയിട്ട് മാത്രം ചെയ്തു കൂട്ടിയ ഒരു വീഡിയോ ആണ്. അതിനെ ന്യായീകരിച്ച് അവൾ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞിട്ട് വാദിക്കുന്ന ഇതുപോലുള്ള ഒരു ആൺവിരോധികൾ, ഫെമിനിസ്റ്റ് എന്ന് പോലും ഇവരെ വിളിക്കാൻ പറ്റത്തില്ല, ആൺവിരോധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളെ വിരോധിയായിട്ട് മാത്രം കണ്ട് സംസാരിക്കുന്ന ഇതുപോലുള്ള കൂട്ടുകാരെയാണ് സത്യം പറയുകയാണെങ്കിൽ കാണുമ്പം ഓരോതും നമുക്ക് ദേഷ്യം തോന്നിപ്പോകുന്നത്. കാരണം ഫെമിനിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ സമത്വത്തിനും സ്ത്രീകളുടെ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരായിരിക്കണം. പക്ഷെ ഇവർ ആൺവിരോധിയായിട്ട് ആണുങ്ങളെ എങ്ങനെയെങ്കിലും കരിവാരി തേച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ച് ഓരോ ചാനൽ ചർച്ചകളിലും ഓരോ ഇന്റർവ്യൂകളിലും പോയിരുന്ന് സംസാരിച്ചോളും. അതാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. പിന്നെ ഇതുപോലുള്ള കീടാണുകൾ എല്ലാം നമ്മളെ സമൂഹത്തിലും സൊസൈറ്റിയിലും എല്ലാ തരത്തിലും എവിടെ ചെന്നാലും ഇതുപോലത്തെ ഉണ്ട്. ഇപ്പം ഇതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. കാരണം അവയ്കൾക്കെതിരായിട്ട് ഞാൻ സംസാരിക്കുകയല്ല. ഇപ്പം ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ണാടിയും ഒരു മൂക്കുത്തിയും എന്ന് പറയുന്ന അവരുടെ ഒരു യൂണിഫോം ആയിട്ട് മാറ്റി അവര് ആയിട്ടുള്ള ഒരു തനതായിട്ടുള്ള രീതിയിൽ സ്വയമായിട്ട് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ് ധരിപ്പിച്ച് ഇതുപോലുള്ള കാര്യങ്ങളിൽ പോയിരുന്ന് ചർച്ച ചെയ്യുന്ന കുറച്ച് 2-3 കീടാണുക്കളുണ്ട്. പക്ഷെ അവരുടെ മനസ്സിൽ ഫെമിനിസം അല്ല, അതിന് പകരം ആൺവിരോധിത്വം ആണ് ഇവരുടെ മനസ്സിൽ കൂടുതലും. ഇല്ലെങ്കിൽ ഈ ചത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ കുടുംബത്തിന് ചത്തില്ലായിരുന്നെങ്കിൽ അവരുടെ അമ്മയെയും അച്ഛനെയും തന്തയ്ക്ക് വിളിച്ചനെ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്ന ഇവരെയാണോ ഒരു ചാനൽ ചർച്ചകളിലും ഇന്റർവ്യൂകളിലൊക്കെ പോയിരുന്ന് സംസാരിപ്പിക്കേണ്ടത്? ആദ്യം ഇതിന് ഇന്റർവ്യൂ എടുക്കുന്നതും ചാനൽക്കാർക്ക് വേണം 2 കൊടുക്കാൻ. പിന്നെ എന്ത് തോന്നിയാസവും വിളിച്ചു പറയാം എന്ന് പറയുന്ന ഒരു പ്രവണതയാണ് ഈ കൂട്ടുകാർക്കുള്ളത്. പിന്നെ അവരുടെ ആയിട്ടുള്ള തനതായിട്ടുള്ള യൂണിഫോം. ബോഡി ഷെയ്മിങ് ആയിട്ടൊന്നും ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. നമ്മൾ ആരും സ്ത്രീകൾക്കെതിരുമല്ല. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ കാണാതിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെന്താണ്? തീർത്തും ഇത് അങ്ങ് ആണുങ്ങൾ അല്ലെങ്കിൽ ആൺ വർഗങ്ങളെ അങ്ങ് തീർത്തും അധിക്ഷേപിച്ച് കളയാം എന്നുള്ള ഒരു മാത്രമുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് ആക്ച്വലി ഇതുപോലുള്ള കൂട്ടുകാർക്കുള്ളത്. അല്ലാതെ ഫെമിനിസ്റ്റ് ആയിട്ട് സ്ത്രീകൾക്ക് സമത്വം ഉണ്ടാവട്ടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ സംരക്ഷണത്തിനോ അല്ല ഇവർ ആക്ച്വലി വാദിക്കുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്നതും ഒക്കെ. ഇതിപ്പം അവരുടെ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. അത്രേ ഉള്ളൂ.
ദയവേത് ഇതുപോലുള്ള ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തും ഈ ചാനൽ ചർച്ചകളിലും കൊണ്ടുവന്ന് അവരെ വളർത്താതിരിക്കുക. കാരണം ഇതുപോലുള്ള അവർ തുപ്പുന്ന പോയിസൺസ് വളരെ വലുതാണ്. അത്രയാണ് എനിക്ക് പറയാനുള്ളത്.